നമസ്കാരം സുഹൃത്തുക്കളെ, കൃഷിയിലേക്ക് കടന്നു വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കൃഷിയാണ് കുക്കുംബർ കൃഷി. പരിചരണം വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. 25 ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ കുക്കുംബർ ഉണ്ടായി തുടങ്ങും. തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ ചെടി വളരും, നല്ല കായ്ഫലം ലഭിക്കും. 4 ഇല പ്രായമാകുമ്പോൾ തന്നെ ചെടി വള്ളി വീശാൻ തുടങ്ങും. വള്ളി വീശാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ കമ്പ് കുത്തി കൊടുക്കുകയോ കയറ് കെട്ടി കൊടുക്കുകയോ ചെയ്യണം. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതിനാൽ ഇത് നമ്മൾ മുൻകൂട്ടി കാണണം. ഞാൻ ഇതിനു മുന്നേ ഇവിടെ കൈപ്പക്ക കൃഷി ചെയ്തിരുന്നു. അതിന്റെ പന്തൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. കുക്കമ്പറിന്റെ വിത്ത് മുളപ്പിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. തുടക്കത്തിൽ കൃഷിയിലേക്ക് കടന്നു വരുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, അധികമൊന്നും നമ്മൾ വാരി വലിച്ച് കൃഷി തുടക്കത്തിൽ ചെയ്യരുത്. ഇതുപോലെ 1-2 തൈകൾ ഉണ്ടായാൽ തന്നെ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കായ്ഫലം നമുക്ക് ലഭിക്കും. ദിവസവും നമ്മൾ ഒരു 15 മിനിറ്റ് ഇതിനെ പരിചരിക്കാൻ സമയം കണ്ടെത്താം. എങ്കിൽ നമുക്ക് 25 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ലഭിക്കും. വള്ളി പടർന്നു തുടങ്ങിയാൽ നമ്മൾ താഴത്ത് കാണുന്ന മൂത്ത ഇലകളൊക്കെ ഇതുപോലെ മണ്ണിലേക്ക് മുട്ടി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ചെയ്യുന്നതിലൂടെ മണ്ണിൽ നിന്ന് പകരുന്ന രോഗങ്ങളൊക്കെ ഒരുവിധം തടുത്തു നിർത്താൻ സഹായിക്കും. കൂടാതെ ഇതുപോലെ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. അപ്പോൾ ഇത് നോക്കുന്നില്ല, അടിപൊളിയായിട്ട് ഇലകളൊക്കെ നല്ല വിരിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. മണ്ണിലൂടെ പകരുന്ന രോഗാണുക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെടിയുടെ വേരുമ്പ തട്ടാത്ത രീതിയിൽ ചെടിയുടെ ചുറ്റും ഇതുപോലെ ഒന്ന് കളച്ചു കൊടുക്കും. അതിനുശേഷം നോക്ക്, ഇത് വേപ്പൻ പിണ്ണാക്ക്. ഇതൊരു പിടി എടുത്തിട്ട് ഈ ചെടിയുടെ ചുറ്റും കളച്ച ഭാഗത്ത് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടാം. വേപ്പിൻ പിണ്ണാക്ക് ഒരു മികച്ച ജൈവ വളാട്ട, കീടനാശിനി കൂടിയാണ്. ഇത് ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും മണ്ണിലെ നിമാവിരകളെ രോഗകാരികളെയും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കൂടാതെ നൈട്രജൻ, പൊട്ടാഷ്, ഫോസ്ഫറസ് ഇത് മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും മണ്ണിരകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ മണ്ണിലെ ജൈവ ഉള്ളടക്കം വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന വളം, നമ്മളെ വീട്ടിലൊക്കെ പച്ചക്കറി കരിഞ്ഞതിന്റെ ബാക്കി വരുന്ന വേസ്റ്റുകളൊന്നും കളയാറില്ല. ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്ത് വെച്ച് അതിൽ നിക്ഷേപിച്ച് അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച് ദിവസവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ജൈവവളമായി മാറും. ഇതില് പഴത്തോല് അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരിക്കലും ഇത് നേരിട്ടിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു കുപ്പി, അതായത് അതിന്റെ മൂടി കളഞ്ഞിട്ട് ചെടിയുടെ കുറച്ച് അകലെയായിട്ട് നമ്മൾ ഇത് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെടിക്ക് ആവശ്യമായ വളം ചെടി തന്നെ വലിച്ചെടുത്തോളൂ കേട്ടോ. ബോട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ ലായനി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ലായനിയിൽ 3 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ചുവട്ടിൽ നനവ് എപ്പോഴും വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ. പലരും പല വിധത്തിലാണ് വളം ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വേപ്പിൻ പിണ്ണാക്ക് കുറച്ചെടുത്ത് നമ്മൾ തടത്തിൽ ഇതുപോലെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളെയും മറ്റും ചെറുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു.